യാത്രാ ദുരിതത്തിന് പരിഹാരമായാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ചാലിയാറിന് കുറുകെ കോടികൾ ചെലവഴിച്ച് 2 പാലമുണ്ടാക്കിയത്. പ്രദേശവാസികൾക്കൊപ്പം ദീർഘദൂര യാത്രക്കാർക്കും ഉപകാരപ്പെടുന്ന റൂട്ടാണ്. പക്ഷേ പൊതുഗതാഗത സംവിധാനം ഒരുക്കാൻ ഗതാഗത വകുപ്പ് തയ്യാറായിട്ടില്ല. എളമരം കടവ് പാലം നിർമ്മിച്ചിട്ട് 2.5 വർഷമായി. കൂളിമാട് പാലം നിർമ്മിച്ചിട്ട് 1.5 വർഷമായി. ബാക്കി സിനോജ് പറയും. 2023 മെയ് മാസമാണ് ഞാൻ നിൽക്കുന്ന കൂളിമാട് പാലം 25 കോടി രൂപ മുടക്കി നിർമ്മിച്ച് നാട്ടുകാർക്ക് തുറന്നു നൽകിയത്. തൊട്ടപ്പുറത്ത് തന്നെയുള്ള എളമരം കടവ് പാലം 2022 മെയ് മാസമാണ് 35 കോടി രൂപ മുടക്കി നാട്ടുകാർക്ക് തുറന്നു നൽകിയത്. പക്ഷേ ഈ കൂളിമാട് പാലത്തിലൂടെ ഒരു ബസ് പോലും സർവീസ് നടത്തുന്നില്ല. എളമരം കടവ് പാലത്തിലൂടെ വിരലിലെണ്ണാവുന്ന KSRTC ബസ്സുകളും ഒരു സ്വകാര്യ ബസ്സും സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ അതിന്റെ സമയക്രമീകരണം നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ എളമരം പാലവും കൂളിമാട് പാലവും ഏതാണ്ട് ഒരേ സമയത്താണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. നിരവധി പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് 2 പാലങ്ങളും ഇവിടെ ഉണ്ടായത്. പക്ഷെ ആ പാലത്തിന്റെ ഗുണം ഈ 2 പ്രദേശത്തുള്ള ജനതക്കും അനുഭവിക്കാനുള്ള ഭാഗ്യം ഇല്ല എന്നുള്ളതാണ്. സാധാരണക്കാർ ഇപ്പോഴും കാൽനടയായിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങൾ വിളിച്ചിട്ട് പോവേണ്ട, എയർപോർട്ടിലേക്ക് വിളിച്ചു പോവേണ്ട ഗതികേടാണ് ഇപ്പോഴും സാധാരണ ജനങ്ങൾക്കുള്ളത്. 2 ജില്ലകൾ ഒന്നാകുന്നു എന്നായിരുന്നു ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടായത്. ബസ് റൂട്ടുകൾ അനുവദിക്കുന്നതിൽ എന്തോ ഒരു താമസം പല ഭാഗത്തുനിന്നും ഇങ്ങനെ വരിക. ഇപ്പോഴും ആളുകൾ പഴയ ആ രീതി തന്നെ വളഞ്ഞു മൂക്ക് പിടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചെറുകിട വാഹനക്കാർക്കും വാഹന സൗകര്യമുള്ളവർക്കും വളരെയധികം ഉപകാരം, വളരെ ഷോർട്ടസ്റ്റ് ഉണ്ട്. പക്ഷേ അന്നുണ്ടായിരുന്ന ബോട്ട് സർവീസ് നിലച്ചതോടുകൂടി ഇപ്പോൾ 400-450 മീറ്ററോളമുള്ള പാലം നടന്നു പോകേണ്ട അവസ്ഥ. ഞങ്ങൾ 2022 മെയ് മാസം മുതൽക്ക് ഇതിൻ്റെ പുറകിലാണ്. ഇതുവരെ ഒറിജിനൽ പെർമിറ്റ് അനുവദിക്കാൻ സാധിച്ചിട്ടില്ല. പാലം ഒന്നല്ലാതെ ബസ്സില്ല. ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. ബസ്സില്ലാത്തതിന് ബുദ്ധിമുട്ടുണ്ട്. ഈ വെയിലത്ത് ഇങ്ങനെ നടന്നു പോകും. ചിലപ്പോൾ അച്ഛനുണ്ടെങ്കിൽ ഇപ്പൻ്റെ കൂടെ അങ്ങോട്ട് വരും. ഇപ്പം കൂട്ടാൻ വരുമ്പോൾ ഇപ്പൻ്റെ കൂടെ പോകും. അല്ലെങ്കിൽ നടന്ന് ഇങ്ങനെ പോകണം. ബസ്സില്ല. ഈ പാലം വന്നതിനൊരു നമുക്കൊരിത് വേണ്ടേ. അപ്പം ബസ്സുണ്ടെങ്കിൽ വളരെ ഉപകാരമാണ്. 2 KSRTC ബസ് അത് രാവിലെയും വൈകിട്ടും ആയതുകൊണ്ട് ഒരു ഫ്രീക്വൻസി തീരെ ഇല്ലാത്ത ഒരു മണിക്കൂറിലെങ്കിലും ഒരു ബസ് ഇതിൽ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാനും വളരെ ഉപകാരപ്രദമായി. അവിടെ ഇറങ്ങി വെയിലും കൊണ്ട് അവിടെ നടക്കണം. രാവിലെ ഒന്നും ഇല്ലേ, രാവിലെ 7 മണിക്കൊക്കെ ഉണ്ടാവില്ലേ, 7 മണി 6:45 പിന്നെ വൈകുന്നേരം 3:30 ആ ടൈമൊക്കെ ആകുമ്പോഴാണ്. സ്കൂൾ ടൈമിൽ പ്രശ്നമില്ല. മുമ്പ് എടവണ്ണപ്പാറയിൽ ചെറുപ്പഴി മാവൂലെത്തണമെങ്കിൽ 25 രൂപയുടെ ടിക്കറ്റ് വേണം. ഇന്നിപ്പോൾ എടവണ്ണപ്പാറയിൽ നിന്ന് മാവൂലെത്താൻ 13 രൂപയുടെ ടിക്കറ്റാണ്. അത്രയും ഷോർട്ടസ്റ്റായി നല്ല സ്ട്രെയിറ്റ് റോഡാണ്. ഇവിടുത്തെ ചില ബസ് മാഫിയകളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ്. ഇതിനെതിരെ ശക്തമായ സമരങ്ങളായിട്ട് ആക്ഷൻ കമ്മിറ്റി നടന്നിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം ജില്ലയിലുള്ളവർക്ക് കോഴിക്കോട്, വയനാട്, കർണാടക ഭാഗത്തേക്ക് പോകാനും കോഴിക്കോട് വിമാനത്താവളം, മെഡിക്കൽ കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനും ചാലിയാറിന് കുറുകെ നിർമ്മിച്ച ഈ 2 പാലങ്ങൾ ഉപകാരപ്പെടും. പക്ഷേ കോടികൾ മുടക്കിയ ഈ പാലത്തിന്റെ യഥാർത്ഥ ഉപകാരം നാട്ടുകാർക്ക് ലഭിക്കണമെങ്കിൽ KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും യഥേഷ്ടം സർവീസ് നടത്തണം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ. അതായത് പാലം ഇങ്ങനെ കണ്ടാൽ പോരാ, പാലത്തിലൂടെ കടന്നു പോകാനുള്ള സംവിധാനവും ഒരുക്കണമെന്ന് ചുരുക്കം.